തദ്ദേശ സ്വയംഭരണ വകുപ്പിനും അതേപോലെ മട്ടന്നൂർ നഗരസഭയ്ക്കും വിശിഷ്യ നമ്മുടെ മന്ത്രി എം പി രാജേഷിനും ഒക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച കേരളം. ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തെ 100 ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള 8 നഗരങ്ങൾ ഇടം നേടി. ഡൽഹി വിജ്ഞാൻ ഭവൻ നടന്ന ചടങ്ങിൽ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിനൊപ്പം അവാർഡ് ഏറ്റുവാങ്ങി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ശുചിത്വ നഗരമായി മട്ടന്നൂർ മാറി, താങ്ക്സ് ടു മട്ടന്നൂർ നഗരസഭ ആൻഡ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. मटनौर की टीम केरला से प्रॉमिसिंग स्वच्छ शहर ऑफ केरला മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റം നടത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ് കേരളം. രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷൺ ഫലം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നേട്ടമാണ് കേരളത്തിൽ നിന്നുള്ള നഗരസഭകൾ സ്വന്തമാക്കിയത്. കൊച്ചി, മട്ടന്നൂർ, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ, ഗുരുവായൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നീ 8 നഗരസഭകൾ ആദ്യ 100-ൽ ഇടം പിടിച്ചു. സംസ്ഥാനത്ത് ആകെയുള്ള 93 നഗരസഭകളിൽ 82-ഉം 1000 റാങ്കിനുള്ളിൽ ഇടം നേടി. സ്പെഷ്യൽ കാറ്റഗറിയിലെ മിനിസ്റ്റീരിയൽ അവാർഡ് മട്ടന്നൂർ നഗരസഭ സ്വന്തമാക്കി. വെളിയിട വിസർജ്യമുക്തമായ നഗരങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന റാങ്കിങ്ങായ വാട്ടർ പ്ലസ് റേറ്റിംഗ് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. ഈ നേട്ടം സ്വന്തമാക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. സംസ്ഥാനത്തെ 13 നഗരങ്ങൾ ODF, 77 നഗരങ്ങൾ ODF+, 3 നഗരങ്ങൾ ODF++ റേറ്റിംഗും സ്വന്തമാക്കി. മാലിന്യമുക്ത നഗരങ്ങൾക്കുള്ള 3 സ്റ്റാർ റേറ്റിംഗ് 3 നഗരങ്ങളും 1 സ്റ്റാർ റേറ്റിംഗ് 20 നഗരങ്ങളും സ്വന്തമാക്കി. ബ്രഹ്മപുരം തീപിടുത്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ വിജയമായാണ് നേട്ടത്തെ വിലയിരുത്തപ്പെടുന്നത്. ദേശീയ തലത്തിലെ മികച്ച ശുചിത്വ മാതൃകയായി മാറാൻ ഇതോടെ കേരളത്തിന് കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. എന്തായാലും ദേശീയ തലത്തിൽ നമ്മൾ ശുചിത്വം പാലിക്കുന്ന സംസ്ഥാനമായി അറിയപ്പെടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിനൊരു വഴികാട്ടിയായി ഈ പുരസ്കാരദാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിനും നമ്മുടെ കേരളത്തിൽ പുരസ്കാരങ്ങൾ ലഭിച്ച നഗരസഭകൾക്കും ഇതിന് ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത മന്ത്രി എം പി രാജേഷിനും അഭിനന്ദനങ്ങൾ.